നമസ്കാരം, ഞാൻ ശാലിനി. പ്രധാന വാർത്തകൾ. താലൂക്ക് തല അദാലത്ത് അവശേഷിക്കുന്ന പരാതികളിൽ 15 ദിവസത്തിനകം പരിഹാരം കാണുമെന്ന് മന്ത്രി വി.എൻ. വാസവൻ. കരുതലും കൈത്താങ്ങും കാഞ്ഞിരപ്പള്ളിയിൽ. കോട്ടയം ജില്ലാ ആശുപത്രി സൂപ്രണ്ടിനെ ഉപരോധിച്ച് യൂത്ത് കോൺഗ്രസ്. ആർദ്രം പദ്ധതിയിലേക്ക് പിൻവാതിൽ നിയമനമെന്ന് ആക്ഷേപം. മയക്കുമരുന്നും കഞ്ചാവുമായി 2 പേർ പാലായിൽ പിടിയിൽ. ഒരാൾ ക്രിമിനൽ കേസുകളിലെ പ്രതി. അറസ്റ്റിലായത് രാമപുരം സ്വദേശികൾ. മണിയാർ ജലവൈദ്യുത പദ്ധതി സ്വകാര്യ കമ്പനിക്ക് നൽകാനുള്ള നീക്കം അംഗീകരിക്കില്ലെന്ന് KPCC നിർവാഹക സമിതി അംഗം ടോമി കല്ലാനി. കരാർ 25 വർഷത്തേക്ക് നീട്ടുന്നത് അഴിമതി. വാർത്തകൾ വിശദമായി. കോട്ടയം ജില്ലയിലെ അവസാന താലൂക്ക് തല അദാലത്ത് കരുതലും കൈത്താങ്ങും കാഞ്ഞിരപ്പള്ളി താലൂക്കിൽ നടന്നു. അവശേഷിക്കുന്ന പരാതികളിൽ പരിഹാരം 15 ദിവസത്തിനുള്ളിൽ ഉണ്ടാകുമെന്ന് മന്ത്രി വി.എൻ. വാസവൻ പറഞ്ഞു. അദാലത്ത് ദിനങ്ങളിൽ ലഭിച്ച പുതിയ പരാതികളിൽ 15 ദിവസത്തിനകം തീർപ്പുണ്ടാക്കുമെന്ന് സഹകരണ തുറമുഖ ദേവസ്വം വകുപ്പ് മന്ത്രി വി.എൻ. വാസവൻ. കോട്ടയം ജില്ലയിലെ അവസാന താലൂക്ക് തല അദാലത്തായ കാഞ്ഞിരപ്പള്ളി താലൂക്കിലെ കരുതലും കൈത്താങ്ങും പരാതി പരിഹാര അദാലത്ത് പൊടിമറ്റം സെന്റ് മേരീസ് ഓഡിറ്റോറിയത്തിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. വലിയ രീതിയിൽ ജനങ്ങൾക്ക് ആശ്വാസം പകരാൻ അദാലത്തുകളിലൂടെ സാധിച്ചു. ജില്ലയിലെ 4 താലൂക്കുകളിലായി നടന്ന അദാലത്തുകളിൽ 400 പരാതികൾക്ക് ഉടനടി പരിഹാരം കണ്ടെത്താനായെന്നും മന്ത്രി പറഞ്ഞു. കോട്ടയം ജില്ലയിലെ 5 താലൂക്കുകളിലെ 1000-ൽ പരം പരാതികൾ ഈ അദാലത്തുകൾ ശ്രദ്ധിക്കാനിടവുണ്ട്. അതിൽ 400ഓളം പരാതികൾക്ക് നേരത്തെ തന്നെ പരിഹാരം കണ്ടുകഴിഞ്ഞു. ഇന്നത്തേത് കൂടിയാകുമ്പോൾ നമ്മുടെ ജില്ലയിലെ അദാലത്തിൽ വന്ന നേരത്തെ വന്നിരുന്ന എല്ലാ പരാതികളും കേൾക്കുകയും പുതിയതായി വന്നിട്ടുള്ള പരാതികളെല്ലാം ബന്ധപ്പെട്ട ഡിപ്പാർട്ട്മെൻറ്റുകൾ 15 ദിവസത്തേക്കകം പരിഹരിക്കാൻ ആവശ്യമായ നിർദ്ദേശങ്ങൾ കൊടുത്ത് അത് പരിഹരിക്കാൻ ആവശ്യമായ പരിശ്രമങ്ങൾ നടത്തുകയും ചെയ്യും. ജലവിഭവ വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിൻ അധ്യക്ഷത വഹിച്ചു. ചെറിയ പ്രശ്നങ്ങളിൽ വർഷങ്ങളായി കുടുങ്ങിക്കിടന്ന നിരവധി പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്താൻ അദാലത്തുകളിലൂടെ കഴിഞ്ഞുവെന്ന് മന്ത്രി റോഷി അഗസ്റ്റിൻ പറഞ്ഞു. വരുന്ന പരാതികളിൽ നല്ല ശതമാനം ഇവിടെ വെച്ച് തന്നെ തീർപ്പ് കൽപ്പിക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. എല്ലാ ഡിപ്പാർട്ട്മെന്റ് തല ഉദ്യോഗസ്ഥരും അതിനോട് സഹകരിക്കുന്നുണ്ട്. ഗവൺമെന്റിന്റെ നിലപാട് തന്നെയാണ്. ചെറിയ ചെറിയ പ്രശ്നങ്ങൾ കൊണ്ട് വർഷങ്ങളോളമായി നിൽക്കുന്ന വിഷയങ്ങൾ പരിഹരിക്കപ്പെടുന്നു. നിയമത്തിൽ അധിഷ്ഠിതമായി തന്നെ അത്തരം കാര്യങ്ങൾ ചെയ്യാനുള്ള പ്രൊവിഷൻസ് ഉണ്ടാക്കുന്നു. അത് ജനങ്ങൾക്ക് വളരെ സഹായകമാകും. വേറെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്താൻ സാധിച്ചു എന്നുള്ളതാണ് ഇതിലൂടെ എല്ലാം ബോധ്യപ്പെടുന്നത്. സർക്കാർ ചീഫ് വിപ്പ് ഡോക്ടർ എൻ ജയരാജ്, ജില്ലാ കളക്ടർ ജോൺ വി സാമുവൽ, ജില്ലാ പഞ്ചായത്ത് അംഗം ശുഭേഷ് സുധാകരൻ, പാറത്തോട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ ശശികുമാർ, വൈസ് പ്രസിഡന്റ് സോഫി ജോസഫ്, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം സാജൻ കുന്നത്ത്, ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ ജോണിക്കുട്ടി മഠത്തിനകം, KA സിയാദ്, സബ് കളക്ടർ D രഞ്ജിത്ത് എന്നിവർ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞിരപ്പള്ളി. കോട്ടയം ജില്ലാ ആശുപത്രി സൂപ്രണ്ടിനെ തടഞ്ഞുവെച്ചു. യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരാണ് തടഞ്ഞത്. ആർദ്രം പദ്ധതിയിൽ പിൻവാതിൽ നിയമനം നടത്തിയെന്ന് ഇവർ ആരോപിക്കുന്നു. കോട്ടയം ജില്ലാ ആശുപത്രി സൂപ്രണ്ടിനെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ ഉപരോധിച്ചു. ആർദ്രം പദ്ധതിയിലെ താൽക്കാലിക ഒഴിവുകളിലേക്ക് പിൻവാതിൽ നിയമനം നടത്താൻ നീക്കമെന്ന് ആരോപിച്ചായിരുന്നു പ്രതിഷേധം. അഭിമുഖം നടത്തുന്ന വിവരം ആശുപത്രി അധികൃതർ പുറത്തുവിട്ടില്ലെന്നും യുവാക്കളെ ഒഴിവാക്കി വിരമിച്ച ആളുകളെ നിയമിക്കാൻ നീക്കം നടത്തിയെന്നും പ്രതിഷേധക്കാർ ആരോപിച്ചു. പോലീസ് സാന്നിധ്യത്തിൽ സൂപ്രണ്ടുമായി നടത്തിയ ചർച്ചയ്ക്ക് ശേഷവും പ്രതിഷേധം തുടർന്ന പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്തു നീക്കി. യൂത്ത് കോൺഗ്രസ് നിയോജക മണ്ഡലം പ്രസിഡന്റും ജില്ലാ പഞ്ചായത്ത് അംഗവുമായ PK വൈശാഖ്, ജില്ലാ ജനറൽ സെക്രട്ടറി യദുസി നായർ, രാഹുൽ മറിയപ്പള്ളി, അബു താഹിർ, അരുൺ മാർക്കോസ് തുടങ്ങിയവർ നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, കോട്ടയം. മാരക മയക്കുമരുന്നായ മെത്തഫിറ്റമൈനും കഞ്ചാവുമായി ക്രിമിനൽ കേസ് പ്രതി ഉൾപ്പെടെ 2 പേരെ പാലായിൽ എക്സൈസ് സംഘം അറസ്റ്റ് ചെയ്തു. 0.75 ഗ്രാം മയക്കുമരുന്നുമായി രാമപുരം പൈക്കാട്ട് വീട്ടിൽ ക്രിസ്ത്യൻ PS ആണ് പിടിയിലായത്. ഏറ്റുമാനൂർ ബൈപ്പാസ് റോഡിൽ സംശയകരമായ രീതിയിൽ കണ്ട ഇയാളെ കസ്റ്റഡിയിൽ എടുക്കുകയായിരുന്നു. മറ്റൊരു റെയ്ഡിൽ ക്രിമിനൽ കേസ് പ്രതി കൂടിയായ രാമപുരം സ്വദേശി പുലിയനാട്ട് വീട്ടിൽ അലക്സ് ജോയിയെ കഞ്ചാവുമായി എക്സൈസ് സംഘം പിടികൂടി. എക്സൈസ് ഇൻസ്പെക്ടർ B ദിനേശ് നേതൃത്വം നൽകി.
മണിയാർ ജലവൈദ്യുത പദ്ധതി സ്വകാര്യ കമ്പനിക്ക് നൽകാനുള്ള ഗൂഢനീക്കം അംഗീകരിക്കില്ലെന്ന് KPCC നിർവാഹക സമിതി അംഗം അഡ്വക്കേറ്റ് ടോമി കല്ലാനി. കേരള ഇലക്ട്രിസിറ്റി എംപ്ലോയീസ് ഫെഡറേഷൻ INTUC പൊൻകുന്നം ഡിവിഷൻ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. 12 മെഗാവാട്ട് മണിയാർ ജലവൈദ്യുത പദ്ധതി സ്വകാര്യ കമ്പനിക്ക് നൽകാനുള്ള ഗൂഢനീക്കം അംഗീകരിക്കില്ലെന്ന് KPCC നിർവാഹക സമിതി അംഗം അഡ്വക്കേറ്റ് ടോമി കല്ലാനി പറഞ്ഞു. കേരള ഇലക്ട്രിസിറ്റി എംപ്ലോയീസ് ഫെഡറേഷൻ INTUC പൊൻകുന്നം ഡിവിഷൻ സമ്മേളനം വ്യാപാര ഭവനിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. കരാർ പ്രകാരം 30 വർഷം പദ്ധതിയിൽ നിന്നുള്ള വൈദ്യുതി മുഴുവൻ സ്വകാര്യ കമ്പനി ഉപയോഗിച്ചതായും ഇനിയും 25 വർഷത്തേക്ക് കൂടി നീട്ടി നൽകുന്നത് വൻ അഴിമതിയാണെന്നും ടോമി കല്ലാനി പറഞ്ഞു. ഇലക്ട്രിസിറ്റി ബോർഡിലെ ജീവനക്കാരുടെ അവകാശങ്ങൾക്ക് വേണ്ടി നിതാന്തമായി പോരാട്ടങ്ങളും പ്രക്ഷോഭങ്ങളും നടത്തുകയും അവകാശങ്ങൾക്ക് വേണ്ടി നിലകൊള്ളുകയും ചെയ്ത വലിയ പാരമ്പര്യമുള്ള ഒരു പ്രസ്ഥാനമാണ് കേരള ഇലക്ട്രിസിറ്റി എംപ്ലോയീസ് കോൺഫെഡറേഷൻ INTUC. ആ പാരമ്പര്യം നമ്മൾ ഇന്നും നിലനിർത്തിക്കൊണ്ട് പോവുകയാണ്. ആ പ്രത്യാശ നാളുകളിലും നമുക്ക് ഈ പ്രസ്ഥാനത്തിൽ പ്രത്യാശയുള്ളതുകൊണ്ടാണ് കഴിഞ്ഞ 8 വർഷക്കാലമായി പ്രതിപക്ഷത്തിൽ നിൽക്കുന്ന നമ്മൾ INTUC കേരള ഇലക്ട്രിസിറ്റി എംപ്ലോയീസ് കോൺഫെഡറേഷൻ ഇന്നും അണുചേട അതിന്റെ പ്രഖ്യാപിത നയങ്ങളിൽ നിന്ന് വ്യതിചലിക്കാതെ ജീവനക്കാർക്ക് വേണ്ടി നിലനിൽക്കുന്നതിനോടൊപ്പം പൊതുസമൂഹത്തിന്റെ നാടിന്റെ നന്മയ്ക്ക് വേണ്ടി പ്രതിജ്ഞാബദ്ധമായി പ്രവർത്തിക്കുന്ന ഒരു സംഘടനയായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. സംഘടനാ സംസ്ഥാന വർക്കിംഗ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് സിബിക്കുട്ടി ഫ്രാൻസിസ് മുഖ്യപ്രഭാഷണം നടത്തി. നടപടിക്രമം തെറ്റാണെങ്കിൽ 4 രൂപ 29 പൈസയുടെ വൈദ്യുതി വേണ്ടാന്ന് വെച്ച് നിങ്ങൾ ഓർഡർ ഇറക്കുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം? 4 രൂപയ്ക്കെങ്കിലും മേടിക്കണ്ടേ? അല്ലെ 4 രൂപ 20 പൈസക്കെങ്കിലും വേറെ വൈദ്യുതി മേടിച്ചിട്ടാണ് ഇത് റദ്ദ് ചെയ്യുന്നെങ്കിലൊക്കെ. ഇത് 25 വർഷത്തേക്കാണ്. 16 തൊട്ട് 25 വർഷം എന്ന് പറഞ്ഞാൽ 41 വരെ ഇതേ വിലയ്ക്കാണ് കിട്ടുന്നത്. നമുക്ക് ആലോചിച്ച് നോക്കിയേ, ഒരു 20 വർഷം മുമ്പിന്റെ അരിയുടെ വില എന്ന് ആലോചിച്ചു. ആ വിലക്ക് ഇപ്പൊ അരി കിട്ടുമോ? ഇല്ല. അപ്പൊ ഇപ്പൊ 4 രൂപ മുതൽ കിട്ടുന്ന 25 വർഷം കഴിയുമ്പോൾ 4 രൂപ മുതൽ കിട്ടുമോ? ആ കരാറാണ് റദ്ദ് ചെയ്യുന്നത് 10 പൈസ. 4.15 കുറഞ്ഞത് 14 പൈസയുടെ കുറ്റം പറഞ്ഞു അവിടെ പ്രൊസീജിയർ പറഞ്ഞ എന്താണ് കരാർ റദ്ദ് ചെയ്യും. എന്നിട്ട് എന്ത് ചെയ്യുന്നു? 8 രൂപയ്ക്ക് അദാനി ഉൾപ്പെടെയുള്ള പല കമ്പനികളിൽ നിന്ന് കരണ്ട് മേടിച്ചു. ജില്ലാ സെക്രട്ടറി CV കുര്യച്ചൻ അധ്യക്ഷനായി. UDEF സംസ്ഥാന ജനറൽ സെക്രട്ടറി KP സുനിൽകുമാർ, ഭാരവാഹികളായ അഡ്വക്കേറ്റ് സജി ജോർജ്, രാജേഷ് B നായർ, നസീർ MP, റോയി മാത്യു, നിസാറുദ്ദീൻ PK, സൈനുലാബ്ദീൻ തുടങ്ങിയവർ പ്രസംഗിച്ചു. പൊൻകുന്നം ഡിവിഷൻ പ്രസിഡന്റായി ശ്രീകാന്ത് AS, സെക്രട്ടറിയായി സൈനുലാബ്ദീൻ KU, വർക്കിംഗ് പ്രസിഡന്റായി മുഹമ്മദ് സലീം KM, ട്രഷററായി ബിനിൽ ജോസഫ്, ജോയിന്റ് സെക്രട്ടറിയായി ബിജു KG എന്നിവരെ തെരഞ്ഞെടുത്തു. ന്യൂസ് ബ്യൂറോ, പൊൻകുന്നം. കോർപ്പറേറ്റുകൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന സർക്കാരായി കേന്ദ്രം മാറിയെന്ന് രമേശ് ചെന്നിത്തല. INTUC പാലാ നിയോജക മണ്ഡലം സമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. തൊഴിലാളികളുടെ അവകാശങ്ങൾ കവർന്നെടുക്കുന്ന സർക്കാരായി മോഡി ഗവൺമെന്റ് മാറിയെന്നും കോർപ്പറേറ്റുകൾക്ക് വേണ്ടിയാണ് ഭരണമെന്നും രമേശ് ചെന്നിത്തല പറഞ്ഞു. INTUC പാലാ നിയോജക മണ്ഡലം സംഘടിപ്പിച്ച പൊതുസമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. പാർലമെന്റിൽ പാസ്സാക്കിയ നിയമങ്ങൾ അവിടെ തന്നെ കൊണ്ടുവന്ന് പിൻവലിക്കുന്നുള്ള കാഴ്ചയാണ് ഇന്നുള്ളത്. വൻകിട കുത്തകകൾക്ക് വേണ്ടി രാജ്യത്തെ വഞ്ചിക്കുന്ന നടപടിയാണ് മോഡി സർക്കാർ സ്വീകരിക്കുന്നതെന്നും സംസ്ഥാന സർക്കാരും തൊഴിലാളി വിരുദ്ധ സമീപനമാണ് സ്വീകരിക്കുന്നതെന്നും രമേശ് ചെന്നിത്തല പറഞ്ഞു. കോർപ്പറേറ്റുകൾക്ക് വേണ്ടി, രാജ്യത്തെ വൻകിട കുത്തക മുതലാളിമാർക്ക് വേണ്ടി ഇന്ത്യൻ തൊഴിലാളി വർഗത്തെ വഞ്ചിക്കുന്ന നടപടിയാണ് കേന്ദ്രത്തിലെ മോഡി ഗവൺമെന്റ് സ്വീകരിക്കുന്നത്. ലാഭത്തിൽ പ്രവർത്തിക്കുന്ന അതിരത്ന കമ്പനികളെല്ലാം, പൊതുമേഖലാ സ്ഥാപനങ്ങളെല്ലാം വിറ്റുതൊഴിച്ചു. എന്തിനേറെ ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട പൊതുമേഖലാ സ്ഥാപനങ്ങൾ റെയിൽവേ ഉൾപ്പെടെ സ്വകാര്യവൽക്കരിച്ചു കൊണ്ടുപോകുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. INTUC നിയോജക മണ്ഡലം പ്രസിഡന്റ് രാജൻ കൊല്ലംപറമ്പിൽ അധ്യക്ഷത വഹിച്ചു. DCC പ്രസിഡന്റ് നാട്ടകം സുരേഷ്, ജോസഫ് വഴകൻ, ഫിലിപ്പ് ജോസഫ്, ടോമി കല്ലാനി, അഡ്വക്കേറ്റ് ബിജു പുന്നത്താനം, ഷോജി ഗോപി, പ്രൊഫസർ സതീഷ് ചുള്ളാനി, R പ്രേംജി, മോളി പീറ്റർ, N സുരേഷ്, R സജീവ്, അനുപമ വിശ്വനാഥ് തുടങ്ങിയവർ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ, പാലാ. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് നാഷണൽ കോർഡിനേഷൻ കമ്മിറ്റി ഓഫ് ഇലക്ട്രിസിറ്റി എംപ്ലോയീസ് ആൻഡ് എഞ്ചിനീയേഴ്സിന്റെ നേതൃത്വത്തിൽ KSEB പൊൻകുന്നം ഡിവിഷൻ കേന്ദ്രത്തിൽ സംയുക്ത ധർണ നടത്തി.
പെൻഷനേഴ്സ് അസോസിയേഷൻ സംസ്ഥാന വൈസ് പ്രസിഡന്റ് സൈഫുദ്ദീൻ എ ഉദ്ഘാടനം ചെയ്തു. പവർ സെക്രട്ടറിയുടെ ഏകപക്ഷീയ ഉത്തരവുകൾ പിൻവലിക്കുക, ശമ്പള പരിഷ്കരണ കരാറുകൾക്ക് അംഗീകാരം നൽകുക, ക്ഷാമബത്ത ഗഡുക്കൾ അനുവദിക്കുക, എല്ലാ തൊഴിലാളികൾക്കും ഓൾഡ് പെൻഷൻ സ്കീം നടപ്പിലാക്കുക, പങ്കാളിത്ത പെൻഷൻ പദ്ധതി ഉപേക്ഷിക്കുക, ജീവനക്കാർക്കും പെൻഷൻകാർക്കും ബാധകമായ ആരോഗ്യ ചികിത്സാ പദ്ധതി നടപ്പിലാക്കുക തുടങ്ങി 8 ആവശ്യങ്ങൾ ഉന്നയിച്ച് നാഷണൽ കോർഡിനേഷൻ കമ്മിറ്റി ഓഫ് ഇലക്ട്രിസിറ്റി എംപ്ലോയീസ് ആൻഡ് എഞ്ചിനീയേഴ്സിന്റെ നേതൃത്വത്തിൽ KSEB പൊൻകുന്നം ഡിവിഷൻ കേന്ദ്രത്തിൽ സംയുക്ത ധർണ നടത്തി. പെൻഷനേഴ്സ് അസോസിയേഷൻ സംസ്ഥാന വൈസ് പ്രസിഡന്റ് സൈഫുദ്ദീൻ എ ഉദ്ഘാടനം ചെയ്തു. മുതല് നഷ്ടപ്പെട്ടു എന്നുള്ള ബോധം പോലും നമുക്ക് നഷ്ടപ്പെടുന്ന ഒരവസ്ഥ. ഇപ്പൊ നമുക്കറിയാം, നമുക്ക് എന്തെല്ലാമാണ് നഷ്ടപ്പെട്ടിരിക്കുന്നത്. ഈ കഴിഞ്ഞ കുറെ കാലം കൊണ്ട് നമ്മുടെ അവകാശങ്ങളിൽ എന്തെല്ലാം നമുക്ക് നഷ്ടപ്പെട്ടു, നമുക്ക് എന്തെല്ലാം ആനുകൂല്യങ്ങൾ ഇല്ലാണ്ടായി, നമ്മുടെ അവകാശങ്ങൾ എന്തുമാത്രം എടുത്തു കളഞ്ഞു. ഇങ്ങനെയുള്ള ഒരുപാട് വസ്തുതകൾ നമ്മുടെ മുമ്പിലുണ്ട്. അപ്പൊ ഇവയൊന്നും നമ്മൾ വേണ്ട രീതിയിൽ നമ്മൾ അറിയണം. തീർച്ചയായിട്ടും ഈ ലോകത്തിൻ്റെ മുന്നോട്ടുള്ള പ്രയാണത്തെ എപ്പോഴും നയിച്ചിട്ടുള്ളത് തൊഴിലാളികളാണ്, തൊഴിലാളി സംഘടനകളാണ്. തൊഴിലാളി സംഘടനകൾക്ക് അതിൻ്റെ ആയിട്ടുള്ളൊരു പങ്കുണ്ട്. കർഷക പാടത്തായാലും ഫാക്ടറിയിലായാലും വൈദ്യുതി ബോർഡിലായാലും എവിടെയായാലും ജോലി ചെയ്യുന്ന തൊഴിലാളികളാണ് വാസ്തവത്തിൽ ഇതിൻ്റെ ഈ സ്പന്ദനത്തെ നിലനിർത്തിക്കൊണ്ടുപോകും. USC BWF ഡിവിഷണൽ സെക്രട്ടറി മനോജ് MC അധ്യക്ഷനായി. MB പ്രസാദ്, സജീവ് PJ, മുരളീധരൻ നായർ, മനോജ് MM, സോജൻ ജോസഫ്, ശൈലജ KN, ഗിരിജാദേവി തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പൊൻകുന്നം. വൈദ്യുതി ചാർജ് വർദ്ധിപ്പിച്ച സർക്കാർ നടപടിയിൽ പ്രതിഷേധിച്ച് യൂത്ത് കോൺഗ്രസ് കോട്ടയത്ത് KSEB ഓഫീസ് വളഞ്ഞു നടത്തിയ പ്രതിഷേധത്തിൽ സംഘർഷം. 8 പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്തു. യൂത്ത് കോൺഗ്രസ് കോട്ടയം നിയോജക മണ്ഡലം കമ്മിറ്റി നടത്തിയ KSEB സെൻട്രൽ ഇലക്ട്രിക്കൽ സെക്ഷൻ ഓഫീസ് വളയൽ സമരത്തിൽ സംഘർഷം. 8 യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്തു. വൈദ്യുതി നിരക്ക് വർദ്ധിപ്പിച്ച നടപടിക്കെതിരെ തിങ്കളാഴ്ച വൈകുന്നേരം പന്തംകുളത്തിയാണ് യൂത്ത് കോൺഗ്രസ് സമരം നടത്തിയത്. ഗാന്ധി സ്ക്വയറിൽ നിന്നും ആരംഭിച്ച പ്രതിഷേധ സമരം സ്റ്റാർ ജംഗ്ഷനിൽ പോലീസ് തടഞ്ഞു. തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ MLA സമരം ഉദ്ഘാടനം ചെയ്തു. നിയോജക മണ്ഡലം പ്രസിഡന്റ് PK വൈശാഖ് അധ്യക്ഷത വഹിച്ചു. തുടർന്ന് പ്രവർത്തകർ പോലീസ് ബാരിക്കേഡിന് സമീപം ടയർ കൂട്ടിയിട്ട് കത്തിച്ചു. പോലീസിന്റെ ശ്രദ്ധ തിരിഞ്ഞതോടെ ബാരിക്കേഡിന് സമീപത്തെ ഇടവഴി കടന്ന് പ്രവർത്തകർ സെൻട്രൽ ഇലക്ട്രിക്കൽ സെക്ഷൻ ഓഫീസിന് മുന്നിലെത്തി ഗേറ്റ് മറികടക്കാൻ ശ്രമിച്ചു. പോലീസ് തടഞ്ഞതോടെ പ്രവർത്തകർ ഗേറ്റിന് മുന്നിൽ കുത്തിയിരുന്ന് പ്രതിഷേധിച്ചു. പ്രവർത്തകരെ അറസ്റ്റ് ചെയ്ത് നീക്കുന്നതിനിടെ പോലീസുമായി സംഘർഷമുണ്ടായി. സുബിൻ മാത്യു, രാഹുൽ മറിയപ്പള്ളി, PK വൈശാഖ്, ബിനീഷ് ബെന്നി, ജിത്തു ജോസ്, രാജ്മോഹൻ മാത്യു ഓട്ടാറ്റിൽ, വിഷ്ണു ചെമ്മുണ്ടവള്ളി, ടോണി കുട്ടമ്പേരൂർ എന്നിവരെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കി. ന്യൂസ് ബ്യൂറോ, കോട്ടയം. സാമൂഹ്യ പ്രവർത്തന രംഗത്ത് ഈടുറ്റ സംഭാവനകൾ നൽകുന്ന വ്യക്തിക്ക് പാമ്പാടി ഗ്രാമസേവിനി റെസിഡൻസ് അസോസിയേഷൻ നൽകുന്ന കർമ്മശ്രേഷ്ഠ പുരസ്കാരം മന്ത്രി VN വാസവന് ഈ മാസം 22-ന് ഉച്ചകഴിഞ്ഞ് 3:30 നടക്കുന്ന ചടങ്ങിൽ പുരസ്കാരം സമ്മാനിക്കും. സമുദ്രാന്തർഭാഗത്തെ വിസ്മയ കാഴ്ചകളുമായി ATZ ഇവന്റ്സ് ഒരുക്കുന്ന മറൈൻ മിറാക്കിൾസ് ഡിസംബർ 22-ന് കോട്ടയം നാഗമ്പടം മൈതാനത്ത് ആരംഭിക്കും. കോട്ടയത്ത് ആദ്യമായി ഫിലിപ്പീൻസിൽ നിന്നുള്ള മത്സ്യകന്യകകൾ, അന്റാർട്ടിക്കയിലെ കാഴ്ചകൾ, AI റോബോട്ടിക് ഷോ എന്നിവയെല്ലാം ഒരുക്കിയിട്ടുണ്ട്. 22-ാം തീയതി രാവിലെ 11:30-ന് മന്ത്രി VN വാസവൻ ഉദ്ഘാടനം ചെയ്യുമെന്ന് സംഘാടകർ പറഞ്ഞു. ഞായറാഴ്ചയും അവധി ദിവസങ്ങളിലും രാവിലെ 11 മുതൽ രാത്രി 9 വരെയും മറ്റ് ദിവസങ്ങളിൽ 2 മണി മുതൽ 9 മണി വരെയും പ്രദർശനം ഉണ്ടായിരിക്കും. കോട്ടയത്ത് തന്നെ ഞങ്ങൾക്ക് പറയാം, ഇത് ആദ്യമായിട്ടാണ് മത്സ്യകന്യകകളെ ഞങ്ങൾ ഇവിടെ പ്രദർശനത്തിൽ കൊണ്ടുവരുന്നത്. ഈ ടണൽ അക്വേറിയം, അതിൽ ഫിലിപ്പീൻസ് എന്നുള്ള സുന്ദരിമാർ അവതരിപ്പിക്കുന്ന മെറൈൻ അക്രോബാറ്റിക്സ് എന്നതിൻ്റെ ഒരു ഹൈലൈറ്റ്. ഇതിന് പുറമെ എനിക്ക് ഏറ്റവും എടുത്തു പറയാനുള്ളത്, നമ്മൾ ജീവിക്കുന്ന ഈ കാലം ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ ഒരു കാലമാണ്. ഇത് റോബോട്ട്സിന്റെ ഒരു യുഗം തന്നെയാണ്. ഈ റോബോട്ടിക് ഷോ ആണ് ഇതിന്റെ വേറൊരു പ്രധാന ഹൈലൈറ്റ്. പാലാ മൂന്നാനി ഗാന്ധി പ്രതിമയ്ക്ക് സമീപം സെപ്റ്റിക് ടാങ്ക് മാലിന്യം തള്ളി. തിങ്കളാഴ്ച രാത്രി 11 മണിക്ക് ശേഷമാണ് മാലിന്യം തള്ളിയത്.
മൂന്നാനി ഗാന്ധി പ്രതിമയ്ക്ക് സമീപം സാമൂഹ്യവിരുദ്ധർ സെപ്റ്റിക് ടാങ്ക് മാലിന്യം തള്ളി. മെയിൻ റോഡിനോട് ചേർന്ന ഓടയിലാണ് വൻതോതിൽ സെപ്റ്റിക് മാലിന്യം തള്ളിയത്. ഇന്നലെ രാത്രി 11 മണിക്ക് ശേഷമാണ് മാലിന്യം തള്ളിയതെന്ന് നാട്ടുകാർ പറയുന്നു. ഇരിയാറ്റുപേട്ട ഭാഗത്തു നിന്നും ടാങ്കർ ലോറി എത്തിച്ച മാലിന്യമാണ് തള്ളിയതെന്ന് പറയപ്പെടുന്നു. കഴിഞ്ഞ ദിവസം ഗാന്ധി പ്രതിമയ്ക്ക് പിന്നിൽ സ്വകാര്യ വ്യക്തിയുടെ സ്ഥലത്തേക്കും സെപ്റ്റിക് ടാങ്ക് മാലിന്യം തള്ളിയിരുന്നു. ഇതിന് സമീപത്തായാണ് കവിക്കുന്ന് കുടിവെള്ള പദ്ധതി കുളം സ്ഥിതി ചെയ്യുന്നത്. ഗാന്ധി പ്രതിമയ്ക്ക് സമീപം കക്കൂസ് മാലിന്യം തള്ളിയ സംഭവത്തിൽ മഹാത്മാഗാന്ധി നാഷണൽ ഫൗണ്ടേഷൻ പ്രതിഷേധിച്ചു. ന്യൂസ് ബ്യൂറോ, പാലാ. പാലാ രൂപത ബൈബിൾ കൺവെൻഷന് പാലാ ഒരുങ്ങി. ഈ മാസം 19 മുതൽ 23 വരെയാണ് കൺവെൻഷൻ. 42ാമത് പാലാ രൂപത ബൈബിൾ കൺവെൻഷന് പാലാ സെന്റ് തോമസ് കോളേജ് ഗ്രൗണ്ടിൽ ഈ മാസം 19-ന് തുടക്കമാകും. മാർ ജോസഫ് കല്ലറങ്ങാട്ട് കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്യും. അണക്കര മരിയൻ ധ്യാന കേന്ദ്രം ഡയറക്ടർ ഫാദർ ഡൊമിനിക് വാളൻമനാലാണ് കൺവെൻഷൻ നയിക്കുന്നത്. വൈകുന്നേരം 3:30 മുതൽ 9 വരെ സായന കൺവെൻഷനായിട്ടാണ് ക്രമീകരിച്ചിരിക്കുന്നത്. എല്ലാ വർഷവും നമ്മൾ ഡിസംബർ മാസം 19 മുതൽ 23 വരെയുള്ള തീയതികളിൽ നമ്മളുടെ രൂപതയുടെ ഏറ്റവും വലിയ സ്ഥാപനമായ സെന്റ് തോമസ് കോളേജ് ഗ്രൗണ്ട്സിലാണ് നമ്മൾ നടത്തുന്നത്. വലിയ ആവേശത്തോടു കൂടി ആളുകൾ നോക്കിയിരിക്കുന്ന ഒരു കാര്യമാണ്. വിപുലമായ പന്തൽ ക്രമീകരിച്ചു കഴിഞ്ഞു. നമ്മൾ പലരും അത് ഇതിനോടകം കണ്ടു കഴിഞ്ഞു. ആ പന്തല് നമ്മൾ പരിശുദ്ധ കുർബാനയുടെ പള്ളി കൂടെ ആയിട്ട് ഉപയോഗിക്കുകയാണ്. എല്ലാ ദിവസത്തെയും പ്രഘോഷണം ആരംഭിക്കുന്നത് പരിശുദ്ധ കുർബാന അർപ്പിച്ചുകൊണ്ടാണ്. അതുകൊണ്ട് ദേവാലയം ആണ് ആ പന്തലിൻ്റെ സ്റ്റേജ്. നമ്മൾ സാധാരണ പറയുന്ന അവിടെയാണ് ദേവാലയത്തിൻ്റെ പ്രധാനപ്പെട്ട ഭാഗമായ മദ്ബഹ. അവിടെ നമ്മളുടെ സഭയുടെയും രൂപതയുടെയും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമായ മാർത്തോമ സ്ലീവ മാത്രമായിരിക്കും അവിടെ താരയുടെ അല്ലെങ്കിൽ മദ്ബഹായുടെ ഭാഗമായിട്ടുള്ളത്. കൺവെൻഷന്റെ 5 ദിനങ്ങളിൽ രൂപത പ്രോട്ടോസെഞ്ചലൂസ്, വികാരി ജനറൽമാർ തുടങ്ങിയവർ വിശുദ്ധ കുർബാന നിർവഹിച്ച് സന്ദേശം നൽകും. പാലാ രൂപത പ്ലാറ്റിനം ജൂബിലി വർഷം പ്രമാണിച്ച് ബൈബിൾ കൺവെൻഷനോടനുബന്ധിച്ച് യുവജന സംഗമവും 21-ന് രാവിലെ 8:30 മുതൽ ഉച്ചകഴിഞ്ഞ് 2 വരെ നടക്കും. കർദിനാൾ മാർ ജോർജ് ആലഞ്ചേരി യുവജന സംഗമം ഉദ്ഘാടനം ചെയ്യും. കൺവെൻഷനായി 1,00,000 ചതുരശ്രയടി വിസ്തീർണമുള്ള വിശാലമായ പന്തലാണ് സജ്ജീകരിച്ചിരിക്കുന്നത്. ബിഷപ്പ് ഹൗസിൽ നടന്ന വാർത്താ സമ്മേളനത്തിൽ മാർ ജോസഫ് കല്ലറങ്ങാട്ട് കൺവെൻഷൻ ക്രമീകരണങ്ങൾ വിശദീകരിച്ചു. പ്രോട്ടോസെഞ്ചലൂസ് ഫാദർ ജോസഫ് തടത്തിൽ, മോൺസിഞ്ഞോർ സെബാസ്റ്റ്യൻ വേത്താനത്ത്, രൂപത ഇവാഞ്ചലൈസേഷൻ ഡയറക്ടർ ഫാദർ ജോസഫ് വെള്ളമരുതിങ്കൽ, ഫാദർ ആൽബിൻ പുതപ്പറമ്പിൽ, ജോർജ് കുട്ടി ഞാവലിൽ തുടങ്ങിയവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പാലാ. ഏറ്റുമാനൂർ കുടിവെള്ള പദ്ധതിക്ക് തുടക്കമായി. 2.5 വർഷം കൊണ്ട് 40 ലക്ഷം കുടുംബങ്ങളിൽ കുടിവെള്ളം എത്തിക്കുമെന്ന് മന്ത്രി റോഷി അഗസ്റ്റിൻ പറഞ്ഞു. കിഫ്ബിയുടെ സാമ്പത്തിക സഹായത്തോടെ ആരംഭിക്കുന്ന ഏറ്റുമാനൂർ കുടിവെള്ള പദ്ധതിയുടെ നിർമ്മാണോദ്ഘാടനം ജലവിഭവ വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിൻ നിർവഹിച്ചു. 2.5 വർഷം കൊണ്ട് 40 ലക്ഷം കുടുംബങ്ങളിൽ കുടിവെള്ളം എത്തിക്കാനായതായും കിഫ്ബി പദ്ധതി കേരളത്തിന്റെ മുഖവും മുഖശ്രീയുമായി മാറിയെന്നും മന്ത്രി റോഷി അഗസ്റ്റിൻ പറഞ്ഞു. എല്ലാ വീടുകളിലും ശുദ്ധീകരിച്ച കുടിവെള്ളം എത്തിക്കുകയെന്നത് ഈ സർക്കാരിന്റെ പ്രഖ്യാപിത ലക്ഷ്യമാണ്. സാങ്കേതിക തടസ്സങ്ങളെല്ലാം മറികടന്ന് വളരെ പെട്ടെന്ന് ഏറ്റുമാനൂർ പദ്ധതി നടപ്പിലാക്കിയെടുക്കാൻ സാധിച്ചു. 49,852 കുടുംബങ്ങൾക്ക് ഇതിന്റെ ഗുണം ലഭിക്കുമെന്നും റോഷി അഗസ്റ്റിൻ പറഞ്ഞു. 17 ലക്ഷം കുടുംബങ്ങളിലായിരുന്നു ഈ ഗവൺമെന്റ് വരുമ്പോൾ കേരളത്തിൽ കൊടുക്കാൻ കഴിഞ്ഞിരുന്നതെങ്കിൽ ഈ കഴിഞ്ഞ 2.5 വർഷക്കാലം കൊണ്ട് അല്ലെ 3 വർഷക്കാലം കൊണ്ട് 17 ലക്ഷം എന്നുള്ളത് 40 ലക്ഷം കുടുംബങ്ങളിൽ കേരളത്തിൽ വെള്ളം എത്തിച്ചു കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ് വസ്തുത. 17 ലക്ഷം കുടുംബങ്ങളിൽ വെള്ളമെത്താൻ 60 വർഷക്കാലം വേണ്ടി വന്നെങ്കിൽ ശേഷിച്ച 70 ലക്ഷം വരെയുള്ള കുടുംബങ്ങളിൽ വെള്ളമെത്താൻ ഈ 1.5 വർഷക്കാലം കൂടി ശേഷിക്കുമ്പോൾ പൂർത്തീകരിക്കാൻ കഴിയുന്ന സ്ഥിതി കേരളത്തിലുണ്ടായി. സഹകരണ തുറമുഖം ദേവസ്വം വകുപ്പ് മന്ത്രി VN വാസവൻ ചടങ്ങിൽ അധ്യക്ഷനായി. കുടിവെള്ള പദ്ധതി ഉൾപ്പെടെ ഏറ്റുമാനൂർ മണ്ഡലത്തിൽ ഒട്ടേറെ വികസന പദ്ധതികൾ നടപ്പാക്കാൻ കിഫ്ബി വഴി കഴിഞ്ഞെന്ന് അദ്ദേഹം പറഞ്ഞു. 1150 കോടി രൂപയുടെ വികസനമാണ് ഏറ്റുമാനൂർ മണ്ഡലത്തിൽ നടത്തിയത്. ഏറ്റുമാനൂർ മണ്ഡലത്തിൽ തന്നെ കിഫ്ബി പ്രോജക്റ്റ് മുഖാന്തരം 1150 കോടി രൂപയുടെ വികസന പ്രവർത്തനങ്ങൾ നടന്നിരിക്കുന്നു എന്ന സന്തോഷ വാർത്ത നിങ്ങളെ അറിയിക്കുകയാണ്. അപ്പോൾ ഏറ്റുമാനൂർ കുടിവെള്ള പദ്ധതിക്ക് തന്നെ ഇപ്പോൾ 93.255 കോടി രൂപ നൽകിയിരിക്കുന്നു. ഈ പദ്ധതിയുടെ യാഥാർത്ഥ്യമാകുന്നതോടുകൂടി ഏറ്റുമാനൂർ നിയോജകമണ്ഡലത്തിലെ മുഴുവൻ വീടുകളിലും ശുദ്ധജലം എത്തിച്ചേരുന്ന പദ്ധതികൾക്ക് നമുക്ക് ലക്ഷ്യം കൈവരിക്കാൻ കഴിയും എന്നതാണ് അഭിമാനകരമായ നേട്ടം എന്ന് വിനയപൂർവ്വം അറിയിക്കട്ടെ. അഡ്വക്കേറ്റ് മോൻസ് ജോസഫ് MLA മുഖ്യപ്രഭാഷണം നടത്തി. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് KV ബിന്ദു, ജില്ലാ കളക്ടർ ജോൺ വി സാമുവൽ തുടങ്ങിയവർ പങ്കെടുത്തു. 93.225 കോടി രൂപ ചെലവിലാണ് ഏറ്റുമാനൂർ കുടിവെള്ള പദ്ധതി നടപ്പാക്കുന്നത്.
ന്യൂസ് ബ്യൂറോ, കോട്ടയം. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. താലൂക്ക് തല അദാലത്ത് അവശേഷിക്കുന്ന പരാതികളിൽ 15 ദിവസത്തിനകം പരിഹാരം കാണുമെന്ന് മന്ത്രി VN വാസവൻ. കരുതലും കൈത്താങ്ങും കാഞ്ഞിരപ്പള്ളിയിൽ. കോട്ടയം ജില്ലാ ആശുപത്രി സൂപ്രണ്ടിനെ ഉപരോധിച്ച് യൂത്ത് കോൺഗ്രസ്. ആർദ്രം പദ്ധതിയിലേക്ക് പിൻവാതിൽ നിയമനമെന്ന് ആക്ഷേപം. മയക്കുമരുന്നും കഞ്ചാവുമായി 2 പേർ പാലായിൽ പിടിയിൽ. ഒരാൾ ക്രിമിനൽ കേസുകളിലെ പ്രതി. അറസ്റ്റിലായത് രാമപുരം സ്വദേശികൾ. മണിയാർ ജലവൈദ്യുത പദ്ധതി സ്വകാര്യ കമ്പനിക്ക് നൽകാനുള്ള നീക്കം അംഗീകരിക്കില്ലെന്ന് KPCC നിർവാഹക സമിതി അംഗം ടോമി കല്ലാനി. കരാർ 25 വർഷത്തേക്ക് നീട്ടുന്നത് അഴിമതി. ഈ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.